നമസ്കാരം പ്രിയ സഹോദരങ്ങളെ സൗഹൃദങ്ങളെ. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ തർക്കങ്ങളാണ് കേരളത്തിലെ ഇടതു സൈബറിടങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ. കോൺഗ്രസ് ജനാധിപത്യ സ്വഭാവം കുറച്ചുകൂടി വെച്ചു പുലർത്തുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ എം.എൽ.എമാരുടെ അഭിപ്രായം ആരായും ഭൂരിപക്ഷം എം.എൽ.എമാരും ആരെയാണ് മുഖ്യമന്ത്രി ആക്കണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന അഭിപ്രായം സമാഹരിക്കപ്പെടും. അതുപോലെ ഘടകകക്ഷികളുടെ അഭിപ്രായം ആരായും എ.കെ. ആൻ്റണി പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം സമാഹരിക്കും. അതിനുശേഷമായിരിക്കും കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ ഏകകണ്ഠമായിട്ട് ഒരു തീരുമാനമുണ്ടാക്കുക. കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അഭിപ്രായം സമാഹരിച്ചതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി പദത്തിൽ ഒരാളെ അവരോധിക്കുക. അതിന് മുമ്പ് അവകാശവാദങ്ങളും അതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകാം. കുറച്ചുകൂടി സ്വാതന്ത്ര്യവും ജനാധിപത്യ സ്വഭാവവും പ്രകടിപ്പിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമൊക്കെ അനുവദനീയമാണ്. അതിനുശേഷം ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ശില പോലെ ആ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. CPM പോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകധ്രുവമായ അല്ലെങ്കിൽ ഏകശിലാ ഘടകമുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അതിൻ്റെ ജനാധിപത്യ സ്വഭാവങ്ങൾ കൂടുതൽ ദൃഢവും മായി നിൽക്കുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ചും നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 1996 CPM മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തെ മനോഹരമായി മലമ്പുഴ പോലെ ഏതൊരാളെയും അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാൽ വിജയിക്കുവാൻ കഴിയുന്ന CPM വിജയിക്കുവാൻ കഴിയുന്ന മലമ്പുഴ പോലെയുള്ള മണ്ഡലത്തിൽ CPM അതിവിദഗ്ധമായി കാലുവാരി അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടുണ്ട്. ആ CPM സൈബർ ഇടങ്ങളാണിപ്പോൾ കോൺഗ്രസിലെ ഇത്തരം തർക്കങ്ങളെ പരിഹസിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വലിയ വിരോധാഭാസമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്നുകൂടിയുണ്ട്. 1996 ഇലക്ഷന് ശേഷം VS അച്യുതാനന്ദനെ CPM തന്നെ കാലുവാരി പരാജയപ്പെടുത്തിയതിനു ശേഷം മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ കുറിച്ച് തർക്കമുണ്ടായി. പ്രത്യേകിച്ചും VS അച്യുതാനന്ദന് പിന്നെ അവകാശവാദം ഉന്നയിക്കുവാൻ കഴിയില്ല, അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കാലുവാരി. അതിനുശേഷം അന്ന് ചിത്രത്തിലെ ഇല്ലാതിരുന്ന ഇനിയൊരിക്കലും മത്സരരംഗത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ E.K. നയനാരും സുശീല ഗോപാലനും തമ്മിൽ മത്സരമുണ്ടായി മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ ചൊല്ലി. ഏറ്റവും രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാരാണ് ഈ മുഖ്യമന്ത്രി ആരാകണം എന്ന രീതിയിൽ ചർച്ച നടക്കേണ്ടതും വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ CPM സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഇടയിലാണ് വോട്ടെടുപ്പ് നടന്നത്. അങ്ങനെ ഒരു വോട്ടിന് സുശീല ഗോപാലൻ പരാജയപ്പെടുകയും E.K. നയനാർ മുഖ്യമന്ത്രിയാകണമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തീരുമാനിക്കുകയുമാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല ആരാണ് മുഖ്യമന്ത്രി ആകണം എന്നതിനെ സംബന്ധിച്ച്. കോൺഗ്രസ്സിൽ അതുപോലെയുള്ള ഒരു ഏകാധിപത്യ സ്വഭാവമില്ല. ഇവിടെ കോൺഗ്രസ് അവരുടെ MLA-മാരുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കും. അങ്ങനെ ഏകകണ്ഠമായി മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിലേക്ക് കടക്കും എന്നതാണ് മറ്റൊരു കാര്യം. ഇനി 2016 ഒരു സംഭവ വികാസം എടുത്താൽ 2016 VS അച്യുതാനന്ദൻ്റെ ഫ്ലക്സുകൾ ബോർഡുകൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണിച്ചുകൊണ്ടാണ് LDF അധികാരത്തിൽ വന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ വിദഗ്ധമായി ഒരിക്കൽ കൂടി ചതിച്ചു. നമ്മുടെ നാട്ടിൽ ഈ ജ്യേഷ്ഠത്തെ കാണിച്ച് അനുജത്തിയെ കെട്ടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അനുജത്തെ കാണിച്ച് ജ്യേഷ്ഠത്തെ കെട്ടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ VS അച്യുതാനന്ദനെ കാണിച്ച് വിദഗ്ധമായി തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ CPM പല പ്രാവശ്യവും അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സൈബറിടങ്ങളിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, കോൺഗ്രസിലെ ഗ്രൂപ്പിസവും അതുപോലെ ഈ വിഭാഗീയതയുമൊക്കെ ചർച്ചയാകുന്ന ആളുകൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ഒരിക്കലും അതിൻ്റെ വിഭാഗീയതയുടെ പാരമ്യത്തിൽ സ്വന്തം നേതാക്കന്മാരുടെ സ്തൂപങ്ങൾ സ്മാരകങ്ങൾ തകർക്കുന്ന രീതിയിലേക്ക് അതപ്പതിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം. കാരണം കോൺഗ്രസ് കുറച്ച് അത്തരം പ്രവർത്തനങ്ങൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ തന്നെ സമ്മതിക്കുന്നു. കാരണം കോൺഗ്രസ്സിനകത്ത് ചിലപ്പോഴൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്, ഗ്രൂപ്പിസത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം അതിപ്രസരങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരുടെ അണികളുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അവരോട് ആത്മാർത്ഥതയുള്ളത് കൊണ്ടായിരിക്കാം അണികൾ ഒരുപക്ഷെ ആ നേതാക്കന്മാർക്ക് പിന്നിൽ അണിനിരക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ CPM ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പാരമ്യത ശ്രദ്ധിക്കുന്നത്, ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി CPM ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന അവരുടെ സ്ഥാപക നേതാവിൻ്റെ സ്മാരകം ആലപ്പുഴയിൽ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ട്
അവരുടെ ഒരു നേതാക്കന്മാരുടെയും അവർക്ക് ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ മഹാത്മാഗാന്ധിയുടെയോ ഒന്നും സ്തൂപം അടിച്ചു തകർക്കുന്നത് സങ്കല്പിക്കുവാനേ കഴിയില്ല. പക്ഷേ CPM അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പരമതയിൽ അങ്ങനെ ചെയ്തു. അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് P. കൃഷ്ണപിള്ളയുടെ സ്മാരകം ആലപ്പുഴയിൽ അടിച്ചു തകർത്തു. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VS അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയും നിയമ നടപടികൾ വിധേയമാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണെന്ന് സെർച്ച് ചെയ്താൽ മതി. എൻ്റെ സൈബറിടത്തെ CPM സഖാക്കളോട് പറയാനുള്ളത്, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. മാധ്യമങ്ങളോട് പറയാനുള്ളത്, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്. ഓരോ അണികളുടെയും ഓരോ അനുഭാവിയുടെയും ഓരോ MLAയുടെയും ഓരോ നേതാവിൻ്റെയും അഭിപ്രായങ്ങൾ അവിടെ സമാഹരിക്കപ്പെടും. അതിനുശേഷം ഒരു മുഖ്യമന്ത്രി, അത് ആരായാലും എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തെ അംഗീകരിക്കും. അതിനു മുമ്പ് ചർച്ചകളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടാകും. ഇഷ്ടപ്പെട്ട നേതാക്കന്മാർക്ക് വേണ്ടി അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേക്കും. അതൊക്കെയും അവരുടെ ജനാധിപത്യ അവകാശമാണ് എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.